എല്ലാ ബിന്ദു വെച്ച് നമ്മളെ ആലക്കത്തെ കല്യാണത്തിന്റെ വിശേഷം എല്ലാം അറിയണ്ടേ നിങ്ങക്ക്? എന്ത് പറയാനാന്ന്. ഇങ്ങനെയുണ്ട് ഒരു കല്യാണം? നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കല്യാണത്തിന് കൂടിയിനി. ഏ എന്നാ പറയണ്ടേ, ഞാൻ അവിടെ കയറി ചെല്ലുമ്പോ ഓളെന്നോട് ചോദിക്കുന്ന ചായ എടുക്കട്ടേന്ന്. ഞാന് എന്റെ മോളെ കല്യാണത്തിന് ഓള് വന്നപ്പോ ഞാൻ ചായ എടുക്കട്ടെ എന്നല്ല പറഞ്ഞ, സഭയിൽ ഇരുത്തിയിട്ട് ചായ കൊടുക്കുകയോ ചെയ്ത്. ഓളെന്നോട് ചോദിക്ക ചായ എടുക്കട്ടേന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ചായ കുടിച്ചിട്ട് വന്നതാ, പിന്നെന്താ ഞാൻ പറയണ്ടേ? അല്ലേ? ആന്ന്. പിന്നെ നമ്മളെ നാട്ടു നടപ്പനുസരിച്ച് ഇത് നമ്മള് കല്യാണത്തലേന്നെല്ലാം പോയി കഴിഞ്ഞാൽ ആലക്കക്കാർക്ക് സ്വർണം കാണിച്ചു കൊടുക്കൂലേ? ഇവള് ഒരു എന്താ പറയണ്ടേ, കല്ല് പോലെ നിന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. ആളെല്ലാം അറിയുന്നോണ്ട് എന്നാലും ഒരു ഒന്ന് സ്വർണം കാണിച്ചു തരാ, മോക്ക് ഇന്നേ സ്ഥലത്ത് നിന്ന് ഒരു വാക്ക് പറയലുണ്ടാവൂലേ? ഇതാണെങ്കിൽ ഒരു കല്ല് വെച്ച പോലെ അവിടെ നിൽക്കുന്നു. ഞാൻ വിചാരിച്ച് ആ പെണ്ണെന്ന്, കല്യാണ പെണ്ണെന്ന് എന്താ പറയണ്ട, ഒരു വളെ കുടുങ്ങിയ പോലത്തെ ഒരു കരട് പോലത്തെ സാധനം നിൽക്കുന്നു. അപ്പൊ പൊന്നൊന്നും ഉണ്ടാവൂലെന്ന് ഞാൻ വിചാരിച്ചു. അതങ്ങ് പോട്ടേന്ന് വിചാരിച്ചു. നോക്കുമ്പോ അല്ലേ അമ്മേ, പിറ്റേ ദിവസം പെണ്ണിനെ കണ്ടര എല്ലാരെ കണ്ണും മഞ്ഞളിച്ചു പോയി. ഈടുന്ന് ഈടം വരെ അരപ്പട്ടിയെല്ലായിട്ട് എന്തോരം പൊന്നാന്ന്. ഇത് ഈടുന്ന് ഇവരിങ്ങനെ ഇങ്ങനെയെല്ലാം വാങ്ങി നിന്ന് ഇവർക്കെന്താ വരുമാനോ? എന്നാ ഇന്നത്തെ പൊന്നിന്റെ വില വെച്ചിട്ട് ഇത്ര പൊന്ന് കൊടുക്കാൻ പറ്റുവാ? ഓനാണെ മരം മുറിക്കുന്ന പണിയാന്ന് പറയുന്നത്. ഇത് ഈടുന്ന് കട്ടിട്ട് കൊണ്ടുവന്നതാ, അല്ല വേറെ ബിസിനസ് ഉണ്ടാ? അതെല്ലാം പോട്ടെ, തലേന്ന് ഒരു മോളെ ഇത്രയും പൊന്നെല്ലാം കൊടുത്ത് ഒരു മോളെ കല്യാണാന്ന്. എന്നിട്ട് ഞാൻ ഭരിച്ച് ചായ കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല ബിരിയാണി കഴിക്കാന്നുള്ള ഇതിൽ നോക്കുമ്പോ സാധാ ചോറാന്ന്. ഇങ്ങനെയുണ്ടോ ഒരു അരപ്പത്തരം? ഇന്നത്തെ കാലത്ത് ഏടെങ്കിലും ഉണ്ട് ഇങ്ങനെ ഒരു സാധാ ചോറ്? അതും ഒരു മോളെ കല്യാണം, ഒരു ബിരിയാണിയിലാക്കിക്കൂടെ? നാട്ടാറ് തിന്നുന്നോണ്ടായിരിക്കും അല്ലേ? എന്ത് പറയാനാ, ഇനി പറഞ്ഞ എന്തോരം പറയാനുണ്ട് എന്നറിയാ. അത്രയും നമ്മളിവിടെ ഇങ്ങനെ ഒരു കല്യാണം കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു അരപ്പത്തരം എന്താ പറയണ്ടേ? ഇതെല്ലാം കണ്ടും കേട്ടും നിന്നാ മതി. ഞാൻ പറഞ്ഞിന് നിങ്ങൾ ആരോടും പറയണ്ട കേട്ടാ. ഞാൻ എല്ലാരും പറയുന്നുണ്ട് ആന്ന്. എന്നാലേ ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ട് കേട്ടാ.